വ്ലോഗിലേക്ക് സ്വാഗതം. ഇതാ 3 മണിയായി, 3:36. ഞാൻ മോനോട് പറഞ്ഞ റീലെടുക്കാൻ മോനെ ഇന്നും കൂടി ഒരു റീലെടുത്തിട്ട് നോക്കുക. നമുക്ക് അമ്മമാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലേ, അമ്മക്ക് വേറെ പണിയില്ലേ വിളിച്ചൊക്കെ 3 മണിക്കാണ് എനിക്ക് റീലെടുത്തിട്ട് ഒരാളും സബ്സ്ക്രൈബ് ചെയ്ത് ഇല്ല. സോറി കേട്ടോ, ഒരാളുമല്ല. ഇപ്പം 89 എന്നാലും 29-89 ദീപം വിചാരിച്ചെന്താ വെച്ചാൽ 1000 ഒറ്റയടിക്കാവുന്ന ഓൻ വിചാരിച്ച ചുട്ടോ ഇങ്ങോട്ട് നോക്കടാ. ഓൻ റീലെടുക്കാൻ പറഞ്ഞേരം ഓൻ പറയണേ അമ്മക്ക് പറയും പണിയിൽ എത്ര ദിവസമായി ഞാൻ മണി വാങ്ങി നടക്കുന്നത്. എനിക്ക് ഒരമ്മമാരും പറയാം എനിക്ക് മണി വേണ്ട എന്തൊക്കെയുള്ളൂ പറയാം. ഞാനിനി വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. വാവേ ഷുട്ടോ ഒന്ന് നോക്ക്, ടി വിയിൽ ഒന്ന് നോക്കും അമ്മ ക്യാമറയിൽ. ഇന്ന് പറയും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. നമുക്ക് സമയമില്ല മായിപ്പോടും. ഇന്നും 15 വരെ നേർച്ചയാണ് പോകാൻ മാഹി അമ്മേൻ്റെ അടുത്തേക്ക്. അതുകൊണ്ട് സമയമില്ല, നമുക്ക് സമയമില്ല. ഓനതാ ചുരുണ്ട് കൂടി കുത്തിരിഞ്ഞ് റീലെടുക്കണ്ട കുട്ടനെ, റീലെടുക്കണ്ട. ഒന്നും കൂടെ പറഞ്ഞു നോക്ക്, സബ്സ്ക്രൈബ് ചെയ്യേ ഷുട്ടു. ഒന്നും കൂടി പറയും, ഒറ്റ പ്രാവശ്യം പറയടാ സബ്സ്ക്രൈബ് ചെയ്യുന്നു. പറയുന്നുണ്ടേ നിങ്ങളെല്ലാവരും കരഞ്ഞോണ്ടല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്. ഷൂട്ടുകാരിയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സമയം അതില്ല. മാഹി പോകണം, ദിവസവും മാഹി പോകണം തന്നെ. മാഹി അമ്മേൻ്റെ ശക്തി ഇങ്ങൊക്കെ ഞാൻ തെളിയിച്ച് തന്നില്ല, അത് പറയാൻ. അപ്പോൾ മാഹി അമ്മ പറഞ്ഞു, ഇന്നലെ അതിനോട് പറഞ്ഞു നീ ഇങ്ങനെ വരണം സുജി, ഞാനൊരു സെൻറ്റ് ഭൂമി എനിക്ക് മാഹിയിൽ എവിടെയെങ്കിലും ഉണ്ടായിത്തരാം, ഞാൻ അവിടെ കിടന്ന് എനിക്ക് സങ്കടം തോന്നുന്നു പറയാം മാഹിയമ്മ. ഞാൻ പറഞ്ഞ് മാതാവ് സാരയില്ല മാതാവ്, ഓരിക്കൊന്നും അറിയില്ലല്ലോ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഓരിക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് തന്നെ വന്നു. ഞാൻ തലശ്ശേരി ഇന്നലെ കേൾക്കണം, ഇന്നലെ സീതാനന്ദപുരി സ്വാമിയുടെ ഒരു പരിപാടിയില്ലേ, അതിനൊക്കെ അതിലും പങ്കെടുക്കണം, മാതാവിനെയും വിട്ടൂടെ, ട്യൂഷൻ എടുക്കണം. എന്ത് ചെയ്യാമെന്ന് ഞാൻ ആകെ തരിപ്പണായി നിൽക്കുമ്പോണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല. ഇത് 4 മണിക്ക് സീതാനന്ദപുരിൻ്റെ വിധിയല്ലേ, എന്ത് സഹസ്രനാമം ചെല്ലണം. സീതാനന്ദപുരിനെ വിട്ടിട്ട് കളിയില്ല. അപ്പോൾ സഹസ്രനാമം ചെല്ലണം. ഞാൻ എന്ത് ചെയ്യും, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ, നടക്കട്ടെ മാതാവ് എന്തായാലും ശരിയത്ര എന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് ഇറങ്ങി, കുറച്ചാളെ പൈസയും വാങ്ങിയിട്ട് ഞാൻ ഇറങ്ങി. അന്നേരമുണ്ട് കേൾക്കണം, അന്നേരം പോകുന്ന വഴിക്ക് തന്നെ ഓരോരുത്തർ മാതാവായിട്ട് വന്നിട്ട് കാര് വണ്ടിയും സുധ എന്നെ കൊണ്ട് അവിടെ ഇട്ട്, സുധയും മുരുകേഷും ഒരു കാറിൽ എന്നെക്കാറ്റി, പിന്നെ ഒരു ജിൻഷ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ട്. ചേരം വല്ല വന്നിറങ്ങിയാലും എന്നോട് കാര്യം വണ്ടിയിൽ ഞാൻ ചിഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മാതാവിന് എന്തൊക്കെയോ പറഞ്ഞ് മാതാവ് വിട്ടതായിരിക്കുന്നു എന്തൊക്കെയോ പറഞ്ഞ് എല്ലാം കൂടി എൻ്റെ മേലെ കാറ്റി ഞാൻ CH കോളനി കൊണ്ടിട്ട് ഉടനടി ഈ എടുത്താൽ പോകാത്ത സാരി ഇട്ടിട്ട് എനിക്കുണ്ട്. സാരി ഇട്ട് ശരി 58 വയസ്സായി, പക്ഷേ സാരിയും ഞാൻ കംഫർട്ടബിൾ ഡ്രസ്സ് ചുരിദാർ. അമ്മമാരെ നിങ്ങൾക്ക് എത്രത്തോളം ചുരിദാർ ഇടാൻ പറ്റും അത്ര താരെന്ത് വരാൻ വേണ്ടിയുണ്ട്. എന്നെ പണ്ട് കുറേ തമാശയൊക്കെ വരുത്തിൻ്റെ ഓടിപ്പോ സാരി ഒഴിവാക്കി ചുരിദാറുമായി. എന്തിനു പറയുന്നത്, എനിക്ക് കാണുമ്പോൾ ശരി വരും. എന്നെ എന്തൊക്കെ പറഞ്ഞോ ചുരിദാറിട്ട് അങ്ങനെ എന്തൊക്കെയോ. ഞാൻ അധികം പറയുന്നില്ല, എന്താണെന്ന് വെച്ചാൽ പാവല്ലേ മാതാവ് കൊടുത്തോളൂ. എനിക്കറിയില്ല, എൻ്റെ മാതാവ് എന്നെ ആരും ശിക്ഷിക്കുന്നത്, അവർക്കെല്ലാം കൊടുക്കും പണി. അത് വേറെ കാര്യം. അതുകൊണ്ട് ആ പെണ്ണിനൊന്ന്, എൻ്റെ ശത്രുവായ ആ പെണ്ണിനെ ഞാൻ പിന്നില്ലേ അത് പോട്ടെ, അധികം പരിഹസിക്കാറ് അത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അധികം പരിഹസിക്കുന്നില്ല. പിന്നെന്താന്ന് അപ്പാടെ ഇപ്പം പോയി എല്ലാം കൂടി എന്നെ മായയിലേക്ക് ആൾ പോവുകയാണ്. സുധ പറയാം മായയിലേക്ക് ആൾ പോവുകയാണ്, എൻ്റെ ഭാഷക്കാരിയാണ്. ആൾ പോവുകയാണ്, ഒരു പൂജക്കതിര പോവുക. എന്നെ മലയാളപ്രഥം തട്ടാണ്. എൻ്റെ കയ്യിലുണ്ടോ ലിക്വിഡ് മണി ഒരു 5 പൈസയില്ല. ലിക്വിഡ് മണി എന്ന് പറയുന്ന സാധനമില്ല. ഞാൻ ഈ ന്യൂ ജനറേഷൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റിങ് പഠിച്ചിട്ട് 58 വയസ്സിൽ രസമാണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന
സ്കാനറുണ്ടോ? ഉണ്ടല്ലോ. പൈസ പൈസ സ്കാനർ ഒരു 5 പൈസയിലാണ്. ബസ്സുകാർ സ്കാനർ ഉടേതു പൈസ കൊടുക്കും. അത് കഴിഞ്ഞ് മതലക്കളത്ത് പോയി ഇറങ്ങി അവിടെ ഒരു ഓട്ടോറിക്ഷക്കാർ മത വയച്ചിട്ട് ഇങ്ങനെ കാത്തിക്കാൻ മത വേഗം ഇനി വേഗം ഓട്ടോറിക്ഷ സത്യം ഞാൻ ചിരിച്ചുകൊണ്ട് പറയല്ലേ. ആ ഓട്ടോറിക്ഷക്കാരെ ഏതായതെന്നറിയില്ല. ഇങ്ങളെന്താ എന്തിനിങ്ങനെ ഓടുന്ന? ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്തെല്ലാം പോയിട്ട് വരിക മോനെ, എല്ലാത്തിനും മോനെ വളയുന്നേ വിളിക്കും. എനിക്ക് 50 എന്നൊന്ന് നോക്കും. മുല്ലപ്പൂ എല്ലാം വെച്ച് ചൂരാറിട്ട് 35 വയസ്സ് തോന്നുള്ളൂ, പക്ഷേ 58 വയസ്സുണ്ട്. എന്നിട്ട് ഓൻ എന്നെ ഒരു നോട്ടോ. ഞാൻ പറഞ്ഞു സാരല്ല മോനെന്നാ വിളിച്ചേ. അവിടെ ഓട്ടോറിക്ഷക്കാരെ എന്നോട് ഇതെന്താ പരിപാടി? ഞാൻ പറഞ്ഞു എന്താ പരിപാടി ഒന്നും എനിക്കറിയില്ല. അവിടെ ഒരു പദയാത്രയുണ്ട്, വിശദമായിട്ട് ഞാൻ ചോദിച്ചില്ല. ഒരു പദയാത്രയുണ്ട്, അതുകൊണ്ട് ആ പദയാത്രയിൽ പങ്കെടുത്തില്ലേ എന്നെ ഹസ്ബൻഡ് കൊല്ലും. ഞാൻ മാഹിയിൽ നിന്ന് വരിക, മാഹി പള്ളിയിലും പോയിട്ട് നേർച്ചയുണ്ടായിരുന്നു, അതും കഴിച്ച് ഓടി വരിക. ആ ഡ്രൈവർ അപ്പോൾ സ്കാനർ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ മുന്നേ ഞാൻ സ്കാനർ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു സ്കാനറിൽ 30 ഉറുപ്പ്യ അടിച്ചു കൊടുത്തേ. ഏടാ കുരിശുപള്ളിയിലെടുത്ത് പോയിട്ട് അറിഞ്ഞു 30 ഉറുപ്പ്യ അടിച്ചു കൊടുത്തേ. സുഖസുന്ദരമായി ഞാൻ ചിദാനന്ദപുരി സ്വാമികളുടെ എന്തിൽ പങ്കെടുത്തു? അർച്ചനയിൽ. അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. എന്താ അർച്ചനയാണ്? അർച്ചനയല്ല, സോറി, നമ്മളെ ലളിത സഹസ്രനാമം ചൊല്ലാണ്. ആടെ എത്തി കഴുത്തിൽ ഷോൾ, അവിടെ എത്തി കഴുത്തിൽ ഷോൾ വാങ്ങിയിട്ട് ഒരു ഓറഞ്ച് കളർ മാതാവിനെ സുജി ചെല്ലിക്കൊന്നു. അങ്ങനെ ബുക്കില്ല. അതാണ് രസം, ബുക്കില്ല. മോനെ അമ്മ റീലെടുക്കുമ്പോൾ ബാബു പോവുക നമസ്കരിക്കാരോ. അവൾ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ബ്ലോഗ് എടുക്കുന്നത്, എനിക്ക് വയ്യ, ഇങ്ങനെ ചാടിയും തുള്ളിയെല്ലാം ബ്ലോഗ് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ്, ഒരു വൃത്തിയില്ലേ അതൊന്നും നോക്കാനേ. മാതാവ് പറഞ്ഞു വൃത്തിയല്ലേ പിന്നെ 15-ാം തീയതി കഴിഞ്ഞാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞേ. അങ്ങനെ എന്തിനു പറയുന്നത്, എനിക്ക് വ്രതമാണ്, ഒരു വ്രതം, അത് ഞാൻ സസ്പെൻസാണ്. അതുകൊണ്ട് കുളിച്ചിട്ടൊന്നുമില്ല. അയ്യപ്പൻ പറഞ്ഞ് ഇനി കുളിക്കുകയൊന്നും ചെയ്യേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. കട്ടൻ ചായ ഛർദ്ദിക്കുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഛർദ്ദിക്കുന്നു. അങ്ങനെ ഞാനിതാ കട്ടൻ ചായ കുളിക്കാണ്ട് കുടിക്കുക. അയ്യപ്പൻ പറഞ്ഞു ഇനി കുടിച്ചോ, ഇനി ഇത്രയും ക്ഷീണം പിടിച്ചല്ലേ ഇനി കുളിച്ചോ എന്ന് പറഞ്ഞു. കുളിക്കാണ്ട് കുടിച്ചെടീന്ന് പറഞ്ഞു അയ്യപ്പൻ. ഏത് നമ്മളെ സാധാരണ അയ്യപ്പൻ്റെ അടുത്ത് പോകേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. ആരാ എന്താ എന്നെ കൊണ്ടുപോകുന്നതൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എന്നെ 18-ാം തീയതി ഏറ്റാ ഒരു പോലെ. അപ്പോൾ ഞാൻ മാതാവിനെ വിട്ട് ഇനി അയ്യപ്പൻ്റെ അടുത്ത് പോവുകയാണ്. മുസ്ലിംസിനെ വിടൂല കേട്ടോ. മുസ്ലിംസിന് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിയാൻ. എന്താ മുസ്ലിൻ എന്നാണ് പേര്. ആ മുസ്ലിനെ എൻ്റെ മോളാണ്, ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നല്ല, എൻ്റെ മോളാണ്. അവൾ നിയാസ് റഷീന, രണ്ടാളും കൂടിയിട്ട് ഇവിടെ കല്യാണം കഴിക്കാൻ പാരമാതി നോക്കുന്നുണ്ട്. ഓളാണ് എൻ്റെ വാക്കം കേട്ടി ഞാൻ കഴിക്കൂല. എൻ്റെ മോളാണ് മുസീന നിയാസ് എന്ന പേര്. അപ്പോൾ എന്നോട് പറയാം മിസ്സാണേ ഗ്യാരണ്ടി ഞാൻ കഴിക്കൂലേ കല്യാണമെന്ന്. എന്ത് പറയും ഇപ്പോഴത്തെ ജനറേഷൻ, എനിക്ക് പഠിച്ച് പണിയാക്കണമെന്ന്. അത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത വർത്താനാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഉറക്കച്ചടവുണ്ട്. ഇനിയിപ്പോൾ മാഹിയിൽ നിന്ന് എനിക്ക് പോകണം. പിന്നിൽ ഷുട്ടു അവിടെ പോയി നോക്കട്ടെ. ഷുട്ടു കൊലയിൽ പോയി കുത്തിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ ഇല്ലേ നിങ്ങൾക്ക് ഒരു സമയങ്ങൾ പാഴാക്കരുത് കേട്ടോ. ജീവിതത്തിൽ അമ്മമാരോടും പറയുന്നത് ഒരു സമയം പാകാ. ഷുട്ടുമോൻ എവിടെ ഇരിക്കുന്നു, ഞാനിപ്പോൾ കൊലയിൽ വന്നിരുന്ന് ഷുട്ടുമോനായിട്ട് കണ്ടിട്ട് ഷുട്ടുമോനെ നോക്കിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ കുട്ടികൾ ന്യൂ ജനറേഷൻ, ഞാൻ ഇറങ്ങിയെന്താണ് ന്യൂ ജനറേഷൻ കുട്ടികളെ തറ പറ്റിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. അമ്മമ്മയായിട്ട് ഞാൻ 2-3 കുട്ടികളെ അമ്മമ്മയാണ് ഞാനിന്ന്, മനസ്സിലായോ? എന്നിട്ടാണ് ഞാൻ മൂത്ത കുട്ടിക്ക് ഒരു കുട്ടി, ഒരാൺകുട്ടി, പേരെന്തെന്നതിനുള്ളിൽ എന്തുകൊണ്ട് ഞാൻ മോനെ എന്നാണ് വിളിക്കുക. രണ്ടാമത്തേന് 2 കുട്ടികൾ. ദർശന രണ്ടാമത്തെ മോള് പാറപ്പള്ളിയാണ് കല്യാണം കഴിച്ചത്. അടിപൊളി ഭർത്താവിന് കിട്ടിയ നീൽ എന്നാണ് ഭർത്താവിൻ്റെ പേര്. പോട്ടെ, കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. മൂത്ത കസ്റ്റംസിൽ അങ്ങനെ എന്തോ നല്ല ജോലിയാണ്. പോട്ടെ, ആദ്യം പോട്ടെ, നമുക്ക് വേറെ കാര്യം പറയാം.
പറയും, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ചാനലിലൂട്ടാണ്. പിന്നെ അമ്മമാർ ഒരു കാലം തീരുമാനിക്കുക, പ്രതികരിക്കേണ്ടിടത്തിൽ പ്രതികരിക്കണം. ഇന്നലെ ഇവിടെ ട്യൂഷന് 7 മണിക്ക് കുട്ടികൾ വന്നിരുന്നു. അപ്പോൾ അനിയനോട് പറഞ്ഞു, ഒന്ന് എവിടെയുള്ള എന്താ ഇവർക്കൊന്നും എന്നെ കിട്ടുന്നില്ല, എന്താ ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ലേ. അപ്പോൾ ഞാനെന്താ ചെയ്യുക. അപ്പോൾ അനിയൻ്റെ പേര് യേശു, പ്ലംബറാണ് കേട്ടോ. ഉഗ്രം വീടെടുത്ത് നയിച്ചുണ്ടാക്കിയ വീട് ഒറ്റയ്ക്ക് ഓനെ സമ്മയൊക്കെ ഞാൻ നമിക്കുന്നവനാ. ഹസ്ബൻഡ് ഇത്ര പോരാ, വീടൊന്നും ഉണ്ടാക്കിയില്ല. ഹസ്ബൻഡിന് താത്തിക്കെട്ടിയല്ല കേട്ടോ. ആ ഹസ്ബൻഡിന് ഒരു കഷ്ടം വന്നു. അത് സബ് എഞ്ചിനീയർ ഇഷ്ടം പോലെ പൈസ ശേഖരിച്ച് വെച്ച് കുറേ പൊന്നും എല്ലാം ഉണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയി. 2019 ഒരു കൊറോണ എന്ന് പറയുന്നൊരു ജീവി വന്നിട്ടില്ല ആ സമയത്ത്. പാവം അതിൻ്റെ പൈസ എല്ലാം പോയി. എന്നാലും തിരക്കില്ല, എന്തിന് വീട്, നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വീടൊന്നും വേണ്ട. എൻ്റെ മോൾക്ക് ജോലി കിട്ടി, ഓളെ കല്യാണം കഴിക്കാൻ ആരും വരും. ഈ വീട്ടിൽ നിന്ന് ഒരു എന്താപ്പാ ഞാൻ പറഞ്ഞില്ല, സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. മോള് ചിക്കൻ ബോക്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വന്ന് വീടെല്ലാം കണ്ട്, വീടിനൊന്നും ഒരു പ്രശ്നമില്ല, മോളെ കിട്ടിയാൽ മതി ഇതായി. അപ്പോൾ മോള് എന്നോട് ചോദിച്ചമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു, മോളെ ഇപ്പം കഴിക്കല്ലേ, ആ കുട്ടിക്ക് ഗവൺമെൻറ് പണിയൊന്നുമല്ല, മോൾക്ക് ഇഷ്ടപ്പെട്ട്. എന്താ അനു നട്ടാ പേര്. അത് ഈ ചാനലിലൂടെ വെറുതെ പറഞ്ഞ കേട്ടോ. സാറൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഞാൻ ബ്ലോഗ് എടുക്കുമ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അയാൾ വീട് എവിടെയാ, നമ്മളെ കോഴിക്കോട് തന്നെയാണ്. കടുക്ക ബസാറെന്നെല്ലാം പറയുന്നത് അതിൻ്റെ അടുത്ത് എവിടെയാണ്. അത് ശരിക്കുള്ള അറിയില്ല, ശരിക്കും പറയാനിപ്പോൾ മെമ്മറിയിൽ വരുന്നില്ല ഒന്നും. അതുകൊണ്ടാണ് സാറിൻ്റെ മോന് ഇപ്പം കല്യാണം കഴിഞ്ഞ് അവർ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് പണിയില്ലാണ്ട് ഞാൻ എൻ്റെ പോക്ക് എൻ്റെ ഗവൺമെൻറ് പണിയാണ്. അപ്പം പിന്നെ അത് തന്നെ കിട്ടണ്ടേ, അങ്ങനെ നിൽക്കുക. പിന്നെ ഈ 2 പിള്ളേരുണ്ട് കേട്ടോ. ഈ പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാവരോടും പറയുന്നത്. 2 പെൺകുട്ടികളുണ്ട്, ഒന്ന് എൻ്റെ മോളും ഒന്ന് അനിയൻ്റെ മോളും. രണ്ടിനും എനിക്ക് നല്ല രീതിയിൽ കഴിച്ചു കൊടുക്കണം. മൂത്തത് ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളെ മോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിന്, ഇനി വേഗം കഴിക്കണം, ഏച്ചി കഴിക്കുന്നില്ല, മോളങ്ങോട്ട് കഴിച്ചു കൊടുക്കുന്നു തന്നെ. അതിൽ മാതാവ് പറയിക്കുക എന്നെ കൊണ്ട്. അവിടെ അത് കാര്യം വിട്. വൈകുന്നേരം ആരൊരു ട്യൂഷൻ കുട്ടികളൊന്ന് ക്രിസ്ത്യനാണ്, ഒരച്ചാച്ചനും കുട്ടികൾ 2 രണ്ടും വന്ന് ഇവിടെ ഇരുന്ന്. ആ ടീച്ചർ സെൻറ്റ് വിൻസെൻറ്റിൽ ടൗണിൽ പഠിപ്പിക്കുക. ടീച്ചർക്ക് സമയമില്ല കേട്ടോ. ടീച്ചർ BA ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്, സോഷ്യൽ സയൻസ് സകലം ടീച്ചർ. കണക്ക് ടീച്ചർ മെനക്കെടാനാവില്ലാന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് ആക്കി ട്യൂഷൻ. മറ്റേ 2 മലയാളം എന്തൊക്കെ വേണമെന്നിട്ട് ഞാൻ പിന്നെ എല്ലാം എടുക്കും. സോഷ്യൽ വയ്ക്കുക ബാക്കി എല്ലാ സബ്ജക്റ്റും. അപ്പോൾ വരുന്ന കുട്ടികളെല്ലാം വരും, 1000 റുപ്യ വാങ്ങുകയുള്ളൂ. അങ്ങനെ ഇല്ലേ വന്ന് അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഇരുന്ന് പോലും പാവം 3 കുട്ടികളുണ്ട്. ഞാനിങ്ങെത്തണ്ടേ, സീതാനന്ദപുരിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാനിങ്ങെത്തുന്നില്ല. അപ്പോൾ ഈറ്റിങ്ങൾ അനിയനോട് പറഞ്ഞ്, പിന്നെ ടീച്ചറെ നമ്പർ ഉണ്ടോയെന്ന് വിളിക്കുന്നു. ഹസ്ബൻഡിനെ വിളിച്ച്, ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇനി ആടെ എത്തിയിട്ടില്ല, എവിടെയുള്ളതെന്നൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ ചുറ്റുമല്ലേ, മാതാവിൻ്റെ കാര്യത്തിന്, അയ്യപ്പൻ്റെ കാര്യത്തിന്, മുസ്ലിമിൻ്റെ കാര്യത്തിന് എല്ലാം ഞാനിങ്ങനെ ചുറ്റുമല്ലേ. പെണ്ണിൻ്റെ കാര്യത്തിൽ ഞാൻ ഓടുന്നുണ്ട്, എങ്ങനെയെങ്കിലും അതിനെ പെണ്ണിനെ ഒരു ഭാഗത്താക്കണം, മുസ്ലിം അതുകൊട്ടെ. അത് മുസ്ലിമാണ്. അതാ പറഞ്ഞത്, ജാതി ഭേദമൊന്നുമില്ല, എല്ലാവർക്കും ഒരേ ചോദ്യം, മുറിച്ചാൽ എല്ലാവർക്കും ഒരേ ചോദ്യം പോട്ടെ. അപ്പോൾ അനിയൻ പറഞ്ഞു, അപ്പോൾ ഇവിടെ സുചേച്ചിയില്ല എന്ന് പറഞ്ഞു അനിയൻ. അപ്പോൾ അതും ഇങ്ങോട്ട് കേട്ടിട്ട് വാണം പോലെ വരും ഹസ്ബൻഡ് എന്നെ ഫോൺ ചെയ്ത്, എവിടെയുള്ള സൂന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്, എന്തേ അല്ല രേഷു കളിച്ചെറിഞ്ഞില്ല. ആപ്പാടിങ്ങോട്ടെ എനിക്കിങ്ങോട്ട് കാര്യം പറഞ്ഞു, പ്രതികരിക്കണ്ടേ, വെക്കട ഫോണ്. ഭർത്താവ് ഞാൻ പറഞ്ഞു, ഉറക്കച്ചടവ്. ഞാൻ അവിടെ വന്നിട്ട് തിരിച്ച് വന്നിട്ട് ക്ഷീണം പിടിച്ച് കിടക്കുക. വേക്ക് ഫോൺ, എന്തെങ്കിലും ഭക്ഷണം വേണേ വാങ്ങി കഴിച്ചോ, ഞാനൊന്നും ഉണ്ടാക്കില്ല എന്തൊക്കെയോ പറഞ്ഞു. പാകത്തില്ല ഉറക്കത്തിൽ നല്ല ഭർത്താവാണ്. എന്നെ ഫുൾ സപ്പോർട്ടുള്ള. പക്ഷേ ഈ മാതാവ് പറയാ, മാതാവിൻ്റെ അടുത്ത് പോയിട്ടെല്ലാം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ മാതാവ് തന്നെ വേക്കട പോളെന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് വേക്കട പോൾ. ഞാനിപ്പോൾ ഇരിക്കുന്നു, ഞാനിപ്പോൾ പൊളിച്ച കഴിച്ച് ഛർദിക്കുന്നുണ്ട്. പക്ഷേ ഛർദിയൊന്നും ഞാനൊരു വക വെക്കുന്നില്ലേ, ഭയങ്കര ഛർദിയും പറ്റും നോക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയല്ലേ. 15 വരെ ഉരുളിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ നിർത്തുള്ളൂ. പോക്കും വരവല്ല. ലിൻസിൻ്റെ എൻ്റെ ഡിയറസ്റ്റോടെ എല്ലാ സൂചിച്ച് ഇങ്ങനൊക്കെ ഒരു ദിവസം പോകാൻ പറ്റില്ല, നിങ്ങൾ ദിവസവും പോകുന്നുണ്ടല്ലോ എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു,
സാരല്ലടി മാതാവിൻ്റെ കൂടെ വരും, ഞാനല്ലേ ഉള്ളത് കൂടെ എന്നല്ല. ഞാൻ ആ സമയത്ത് ഒരു ടൈലറിങ് ഷോപ്പ്, ഓളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആൾ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട വക്കീലെത്തിയിരുന്നു. അപ്പം എനിക്കൊരു പണി തന്ന് സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാം വന്നതാ. ബാക്കിയെല്ലാം പിന്നെ പറയാം. എന്നാൽ വീട് കുറേ ആയി തോന്നുന്നു. എന്നാൽ ബൈ ബൈ. മോനൊരു പണി വാങ്ങി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്യും. പിന്നെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ വണ്ടിയിൽ എൻ്റെ കൂടെ ഉള്ള എൻ്റെ കൊച്ചിലുള്ള എല്ലാത്തിനും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. എടാ മോനെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ, ഇതൊന്ന് ഇതാ എന്താ വെച്ചാൽ എൻ്റെ ഒരു അമ്മമാർക്ക് ഒരു ചടിച്ചിട്ട് കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ യൂട്യൂബിലെടുത്ത് കാട്ടിക്കൊടുക്കും, വല്ല സബ്സ്ക്രൈബ് ചെയ്യും. ഒരു വിധത്തിനെല്ലാം അങ്ങനെ ചെയ്യും. പിന്നെ ഒരു സ്കൂൾ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാത്തിനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ, ഓലിക്ക് ഇഷ്ടം വേണ്ടേ. അങ്ങനെ മാതാവ് വിചാരിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. മാതാവ് പറഞ്ഞിന് ഇനി അധികം ആരോട് ഇറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യും, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ. മാതാവല്ലേ, മാഹിയില മാതാവല്ലേ, ലോകോട്ടുള്ള ആൾ. ലോകത്തിൽ എല്ലാം വരും. അറിയാം മാഹി പള്ളിയുടെ മഹത്തായ അത്ഭുത കന്യക മാഹി അമ്മ. ഞാൻ മറന്നു. അതിൻ്റെ ഇടയിലില്ലേ ഷീന എന്നിട്ടൊരു പെണ്ണുണ്ട് മാഹിയിലേത് നേരം. ആ പാവം ഒരു മോളാണ്, നല്ലൊരു കുട്ടിയാണ്. എന്തെല്ലോ ജീവിത സാഹചര്യം എന്തെല്ലോ പറ്റിയിട്ട് എന്തെല്ലോ അല്ല, പാവം നല്ലൊരു കുട്ടിയാണ്. മാതാവിൽ അങ്ങേയറ്റം ഇഷ്ടമുള്ളതാണ്. അങ്ങനെ റീന ഷീന രണ്ടും മാലദ്യർത്തിയും പിന്നെ ഡേവിസ് ചേട്ടൻ്റെ പോലെ രണ്ടാൾ മരിച്ചു കേട്ടോ. ഇവിടെ എനിക്ക് ദിവസവും പോയിട്ട് പ്രാർത്ഥിക്കും. സൂചേച്ചി ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. സൂചേച്ചി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യലും ചെയ്യും. സൂചേച്ചി ഇത് മേടിക്കണ്ട കേട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ഇന്നലെ എന്നെ വിളിച്ച് എവിടെയുള്ള സൂചേച്ചി, ഞാൻ വന്ന് തിരിച്ചു പോകുകയാണ്. എനിക്കുണ്ട് അലുവ ചിപ്പിയിലെ രാജേട്ടൻ്റെ അടുത്ത് വാങ്ങി വെച്ചു. ഭയങ്കര ഇഷ്ടമാണ്. ഏത് അലുവ? ഒരു കറുത്ത അലുവയുണ്ട് നമ്മളെ കോഴിക്കോട്. അത് ശങ്കരം ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറിയാണ്, അടിപൊളി ബേക്കറിയാണ്. ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ട് ഞാൻ തിരഞ്ഞു പിടിച്ചു. ഒരു പീടിയൊന്നും അലുവ വാങ്ങില്ല. ഞാൻ ശങ്കരം ബേക്കറി പണ്ടേ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്ന് വാങ്ങി ഞാൻ കൊണ്ടുപോയി. പിന്നെ ഒരു മാല വാങ്ങി. മാല എവിടെയോ പോയെന്നറിയില്ല, വീണ് പോയോ ആ പീടിയിൽ തന്നെയാണോ, ഹനുമാൻ കോവിലിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നാണ് ഞാൻ വാങ്ങി. ആ മാല മാതാവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്താണെന്ന് ഒരു മുളത്തിന് 100 റുപ്യ വാങ്ങിയത് എൻ്റെ അടുത്ത്. 200 റുപ്യയും കൊടുത്തേ. എന്നിട്ട് അത് മാതാവിനിടുന്ന് നോക്കും. കാരണം മാതാവ് പറഞ്ഞു ആ മാല വേണ്ടടി എന്ന് പറഞ്ഞ് എന്നോട്. അങ്ങനെ ഞാൻ ഹനുമാൻ കോവിലിൻ്റെ തൊട്ടിപ്പുറത്ത് അതിൻ്റെ റേലിൽ കേൾക്കല. ഞാൻ ഹനുമാൻ കോവിലിക്കാരി. അവിടെ പൂച്ചയല്ല, പൂജ നടന്നുകൊണ്ടിരിക്കുക. ഉടനടി ഞാൻ കാര്യം പ്രാർത്ഥിച്ച് എൻ്റെ മോക്ക് ഏതെങ്കിലും ഒരുത്തൻ നല്ലൊരു ചോക്ക് ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ, എൻ്റെ മോക്ക് മാത്രമല്ല അനിയൻ്റെ മോക്കും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ അവിടെ തേങ്ങൊടിച്ച് അതിന് വിളിക്കൽ പണിയില്ല. ഉടനടി പോയി ഹനുമാൻ കോവിലിൻ്റെ ഇപ്പുറത്ത്. അവിടുന്ന് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു സ്കാനറിൽ അടിച്ചുതരാം മോനെ. അതും സ്കാനറിൽ മോനെന്ന് വിളിച്ചു പോയാൽ മോളെ എന്ന് വിളിച്ചാൽ വീഴാത്ത ആരുമില്ല. അതെനിക്ക് ട്രിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു മോനെ സ്കാനറിൽ അടിക്കാൻ പോലെ ഒരു 20 റുപ്യ കൊണ്ട് ശാന്തി കൊടുക്കാനൊന്നുമില്ല തന്നെ. അപ്പം സ്കാനറിലടിച്ച് 20 റുപ്യ വാങ്ങി ആടെ പൂജാരിക്ക് കൊടുത്ത്. പൂജാരി അപ്പോൾ കുറേ അവലും വരി ഒരു കെട്ടിൽ കെട്ടിയിട്ട് എനിക്ക് തന്ന്. നല്ലൊരു പൂജാരി. ഏത് ഹനുമാൻ കോവിൽ. അതും കഴിഞ്ഞ് ഓടി ശങ്കര ബേക്കറിക്കാരും അലുവയും വാങ്ങി ഓടി എവിടെ എത്തിയെന്ന്. ഞാൻ പിന്നെ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് വണ്ടി അവിടെ വന്ന് നിൽക്കുന്ന തന്നെ മാതാവ് നീ കാരടി എന്നിട്ടാണ് വണ്ടിയെ വിടുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ മാതാവ് പറഞ്ഞു ഇനി വാടി എന്നാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഫോർത്തിൽ എങ്ങനെ എസ്കലേറ്ററിൽ ചാടി കാര്യമായി. ഉടനടി ഞാൻ പോയി ഇറങ്ങി നോക്കുമ്പോൾ ഇങ്ങോട്ടുള്ള വണ്ടി ചോദിച്ചാൽ തലശ്ശേരി പോയാൽ 12:15 അങ്ങനെ ഒരു വണ്ടി പറഞ്ഞു. അത് മാഹിൽ നിർത്തൂല, കൊയിലാണ്ടിയിൽ നിർത്തൂല, കോഴിക്കോട് പിന്നെ നിർത്താം അങ്ങനെ എന്തോ പറഞ്ഞു. ഞാൻ കോഴിക്കോട് അല്ല ആ ട്രെയിനിൽ തലശ്ശേരി പോയി ഞാൻ പിടിക്കുന്നതാണ്. ആ പാട് ഞാൻ തലശ്ശേരിയിലേക്ക് മാതാവിനെല്ലാം സമർപ്പിച്ച് പള്ളിയിൽ അച്ഛൻ്റെ ചിരിക്കുവേ. എന്നെ കണ്ട ചിരിയാണ് ഭയങ്കര. ഒരു ഇതിൽ സംസാരിച്ചിരിക്കുന്നു. പക്ഷേ അതൊന്നും ഇടാനുള്ള നേരമല്ല, എഡിറ്റ് ചെയ്യണം എന്തൊക്കെയോ ഒന്നും ചെയ്യണ്ടേ. അപ്പോൾ അന്നിട്ടില്ല എല്ലാം എൻ്റെ ഫോൺ ഹാങ് ആകാൻ. ആകെ 10,000 റുപ്യ എൻ്റെ ഫോണാന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീട് കുറേ ആയിന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വയ്ക്കുന്ന കോഴിക്കോട് നിന്ന് ഒരു ചെറിയ വയസ്സാകാത്ത ഒരു മോൻ്റെ കുർബാന ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു മാതാവായിട്ട് നിങ്ങൾ പറഞ്ഞേക്കുന്നത് നേർച്ച എത്രയായി ചെയ്യണം എന്നിരിക്കുന്നത്. അത് അനുപമ എന്ന പേര് ഭർത്താവിൻ്റെ ഹരി. എൻ്റെ ട്യൂഷൻ കുട്ടികളെ അമ്മയും അച്ഛനാണ്.
അപ്പം ഞാനതിങ്ങോട്ട് അതാണ്ട മോൻ്റെ നല്ല പരിപാടിയുണ്ട് അതിനാ ഞാൻ മോനെ പൂച്ചൻ്റെ അമ്മേ ചുട്ടു മതി 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 എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് തന്നെ കണ്ടാൽ മതി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോട്ടെ എനിക്ക് ഓള് പറഞ്ഞ് കുറേ ചെടിയും തന്നെ എനിക്ക് എന്തൊക്കെയോ ചെടിയാണ് ഞാൻ കുഴിച്ചിടുന്നില്ല, അതെല്ലാം എൻ്റെ മൂക്ക് കൊണ്ട് കൊടുത്തോളൂ. ഓള് കുഴിച്ചിടും ദീപ കോർപ്പറേഷനിൽ പണിയെടുക്കുന്ന ആദ്യം ഞാൻ പറഞ്ഞു ഓക്ക് കൊണ്ട് കൊടുത്തേക്ക്, ഓള് കുഴിച്ചിട്ടോട്ടെ എന്താ പറയും. അങ്ങനെ ഞാൻ ഈ പൈസയും വാങ്ങി പിന്നെ സുഗുണ ചേച്ചീൻ്റെ ഭർത്താവിനെ പോയിട്ട് അനുഗ്രഹിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെ മരുവോളെടുത്ത് പ്രസാദമെല്ലാം കൊടുത്ത് അങ്ങനെ ഓരെ അനുഗ്രഹിച്ചാൽ ഉടനടി ഓടി വന്ന് ഇന്ന് ഞാനിപ്പോൾ പുഷ്പ ടീച്ചർ ജോസഫ് സാറേയും ഒന്ന് അനുഗ്രഹിച്ചിട്ട് കൊണ്ടായിരുന്നു പൈസയുമായിട്ട് എന്തായാലും ഏട്ടെ എവിടെയെങ്കിലും എത്തട്ടെ. എന്നിട്ട് പറയുന്നതൊക്കെ തലശ്ശേരി പോയി ഞാൻ ആ വണ്ടി പിടിച്ച് പള്ളീൻ്റെ മുന്നിൽ നിന്ന് ബസ് തലശ്ശേരിക്ക് തലശ്ശേരി പോയി ഇറങ്ങി ആളൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ സ്കാനറില്ലേ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ സ്കാനറിലുണ്ട്. ഓരോ എന്നോട് പറഞ്ഞു എന്നെ കണ്ട അങ്ങനെയല്ലേ തോന്നും. അപ്പോൾ സ്കാനറിൽ നമ്പറുണ്ട്, എല്ലാ നമ്പറുണ്ട്. നേതാപ്പി പിടിച്ച് നമ്പർ വാങ്ങിയിട്ടതിന് വലിയ പ്രശ്നം വേറെ ആകണ്ട. അതുകൊണ്ട് ഞാൻ പറയാം നമ്പറൊന്നും വേണ്ട, താപ്പി പിടിച്ച് പൈസ കൊടുത്തു. അപ്പോൾ ഓനെന്താ പറയുന്നത്, ഇവിടെ എല്ലാം പൊടി അയക്കുന്നത് തുടക്കണം ഒരു ഓട്ടോറിക്ഷ. ഇതെല്ലാം പറയുന്നത് പറഞ്ഞ് എൻ്റെ അനുഭവം എല്ലാം പറയുകയാണെ നിങ്ങൾക്ക് കേൾക്കാൻ സമയം കേട്ടാൽ മതി, അല്ലേ സ്കിപ്പ് ചെയ്ത് വിട്ടോട്ടോ. പിന്നെ അപ്പോൾ തുടച്ച് ഞാൻ വണ്ടിക്ക് ടിക്കറ്റ് തലശ്ശേരി എന്നോട് പറഞ്ഞു വേഗം പോയിക്കോ, നിങ്ങൾക്ക് അപ്പുറത്ത് എത്തണം. ഏത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്, വേഗം പോയിക്കോ. ഉടനെ ചാടി പിടിച്ച് ഞാൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി ലേശം ശ്വാസം വിടാൻ നേരം കിട്ടിക്കുന്നത്. അവിടെ കൊത്തിന് ഒരു മോനുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചു ഇതേതാ ട്രെയിന്, ഇത് ലോക്കൽ പോലെ ഒന്നുണ്ട്. ഓനെന്നെ തിരിയുന്നത് ന്യൂ ജനറേഷൻ ചെക്കൻ മനസ്സിലാകുന്നില്ല. ഞാൻ പണ്ട് വേണ്ട പോലെ ഞാൻ നോക്കി പിടിച്ചോളാം. വണ്ടി വന്ന് അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നിന്നിട്ടല്ലോ, അപ്പോഴത്തേക്ക് വണ്ടി വന്ന് മൂപ്പർ അടിപൊളി ചുവപ്പ് നല്ലൊരു വണ്ടി വന്ന് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ കാര്യം റിസർവേഷനിൽ നിൽക്കട്ടത് മാധവൻ ഇനി ഇരിക്ക്, URലൊന്നും പോയി കാര്യമില്ല, നീ ഇനി ഇവിടെ ഇന്ന് റെസ്റ്റ് എടുക്കടി എന്നാണ് മാധവേ. അപ്പോൾ ഞാൻ ഒരു നല്ലൊരു സീറ്റ് നീർന്ന് റിസർവേഷനല്ലാത്ത ഞാൻ കാലിൻ്റെ മുട്ടുവേദനയായിട്ട് നിർത്തിയില്ല. കോഴിക്കോട് വരെയില്ലേ മാധവേ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ കാലും നീട്ടി കുത്തിന് റെസ്റ്റ് എടുത്ത് അന്നേരം ലിൻസി വിളിക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ലിൻസി കൈ കണ്ടിട്ട് എല്ലാം സുചേച്ചി നിങ്ങൾ ഇന്നും പോയോ. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റുന്നത്, എനിക്ക് പ്രാർത്ഥിക്കണ്ടേ, അതാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇത് ഇവിടെയെല്ലാം ഇങ്ങനെ കാട്ടിത്തരാം. ഇതെല്ലാം യേശുവിൻ്റെ വീടാണ്, അനിയൻ്റെ വീടാണ്. ഇത് കാലും നീട്ടിരുന്നിട്ട് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത്. ചാടിയിട്ടും തുള്ളിയിട്ടൊന്നും എടുക്കാൻ പറ്റിയ പ്രായമല്ല മക്കളെ, അതാണ് ജസ്റ്റ് ഒന്ന് എടുക്കുക, അത്ര തന്നെ. നിങ്ങളിൽ എന്താ വിവരങ്ങൾ മാഹി മാതാവിൻ്റെ ശക്തി പ്രചരിപ്പിക്കുക, അല്ലാണ്ട് വേറെ യൂട്യൂബ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് കളിക്കുകയൊന്നുമല്ല. എന്നിട്ടില്ലേ ആ ലെൻസ് വിളിച്ചാൽ ഞാനൊരു ഫോട്ടോ എടുത്ത് വണ്ടിയിൽ ഞാനിങ്ങനെ കാലം നീട്ടിയിരിക്കുക. അതും കഴിഞ്ഞ് കണ്ടക്ടറല്ല വീട്ടുകാർ വന്ന് എന്നോട് ചോദിച്ച് ഇത് റിസർവേഷൻ ഇത് ഓർഡിനറി ടിക്കറ്റല്ലേ. സാറേ മുട്ട് വേദനയാണ്, തീരെ വയ്യ, ഇപ്പം ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ എന്ന് മാതാവ് പറയിച്ച് ഓളാടി ഇരുന്നോട്ടെ. അങ്ങനെ ഞാനാടി ഇരുന്നേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നിന്ന് ക്ഷീണമെല്ലാം മാറി ഇറങ്ങിയോട്ട് വന്ന് നിന്ന് അതിൽ ടിക്കയലിട്ട് അപ്പം പോയി കോഴിക്കോട് ഇറങ്ങിയിട്ടാണ് മരണം ഓട്ടോ ഓടിയത്. എല്ലാം മാതാവ് കൂടി ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തുനിന്ന് എന്നെ കഴിച്ചിലാക്കിയത്. ആയിച്ചിട്ടെന്ന് പറഞ്ഞില്ല. അവസാനം ഐസ് വെള്ളം എടുത്ത് കുടിച്ച് തൊണ്ട വരാന്നുണ്ട്. അതെല്ലാം പോട്ടെ, കുറേ ആയിന്ന് തോന്നുന്നു വീഡിയോ ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തിട്ട് ഒന്ന് മാഹി അമ്മയുടെ മകസൽ ലോകോട്ട് കറിക്കുക. പിന്നെ ഒരു കാര്യം, അമ്മമാരെ വേണ്ടടുത്ത് പ്രതികരിക്കണം നിങ്ങൾ എല്ലാം. അതുകൊണ്ടാണ് ഞാൻ അമ്മമാർക്ക് വേണ്ടിയെന്ന ചാനൽ ഇട്ടിട്ടില്ലേ. ആ ഭർത്താവാണോ, ഭർത്താവിൻ്റെ അനിയനാണോ, ഭർത്താവിൻ്റെ ഏട്ടനാണോ, ഒന്നും നോക്കാറ് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക. അമ്മമാർക്ക് ശക്തി തരുന്ന ചാനലാണ് അമ്മമാർക്ക് വേണ്ടി. ഓക്കെ, അമ്മമാർക്ക് വേണ്ടി അമ്മമാർ പ്രതികരിക്കുക. ഞാൻ ഇന്നലെ പ്രതികരിച്ച വേക്കട പോണെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്താ എല്ലാ കാര്യവും നടത്തുന്നുണ്ട്, എന്നിട്ടും വന്ന് പേരടിക്കാരിയോ. പിന്നെ ഞാനെന്താ പറയണ്ടേ, പ്രതികരിക്കേണ്ടതിൽ പ്രതികരിക്കുക അമ്മമാരെ, പ്രതികരിക്കേണ്ടതിൽ പ്രതികരിക്കുക അമ്മമാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു ബ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ ഷുട്ടുവിന്
മണി വാങ്ങണം. ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ട ചില സമയമല്ല. നിങ്ങളൊന്നും മണി തരുന്നില്ലേ, മണി വാങ്ങാൻ പൈസയും തരുന്നില്ല. ഒരു മണി വാങ്ങണ്ടിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങി. എന്നിട്ട് ഓന് മണിയിലും പാവവും പറഞ്ഞു അമ്മേ ഞാൻ പോവുക. ഇനി അമ്മ എന്നെ പറഞ്ഞിട്ട് പണി വാങ്ങിക്കൊണ്ടാണ് എല്ലാം എൻ്റെ വെസ്റ്റ് വാങ്ങിക്കൊടുക്കും. എന്നെ ഭീഷണിയാണ്. എൻ്റെ വെസ്റ്റ് മേതരും അമ്മ എൻ്റെ പണിയൊന്നും വേണ്ട, എന്നാൽ വെസ്റ്റ് വാങ്ങിക്കൊടുക്കണ്ടേ എന്തെങ്കിലും ആട്ടെ. ബായ്. 3:30 4 മണിയായി. അതുകൊണ്ട് 24:56 57 ചായ. അയ്യോ ലോങ് വീഡിയോ ഇപ്പോൾ. എന്നാലും ഇതെല്ലാം നിങ്ങളെല്ലാം കേൾക്കണം. എന്നാൽ ബായ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. സുജിത ഗിരീഷ് ബാബു ഫ്രം കാലിക്കറ്റ്. എന്നെ കല്യാണം കഴിച്ചതാണ്. ഈ എന്താ പറയണ്ടേ, ഞാൻ അധികം പറയുന്നില്ല, പോട്ടെ, അതെല്ലാം പോട്ടെ. ഞാൻ അടിച്ചമർത്തപ്പെട്ട ജീവിതമായിരുന്നു. അതിൽ നിന്ന് ഞാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനാര് തടസ്സായാലും ഞാനിനി വകവെക്കില്ല. ബായ്. ഷുട്ടൂസ് ബ്ലോഗ് അമ്മമാർക്ക് വേണ്ടി. അമ്മമാരെ സ്ട്രോങ് ആക്കുക. ബായ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബായ്.